നല്ല ഡെസേർട്ടാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഭയങ്കര ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബദാമും നട്ട്സും റൈസിൻസും നമ്മുടെ കയ്യിലോട്ട് ഉള്ള നട്ട്സുകളൊക്കെ ഇട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി പിസ്ത ഞാൻ പ്രത്യേകമായിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിസ്ത കുറച്ച് അതിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് മൂക്കാതെ കിടക്കും, അതുകൊണ്ടാണ്. പിന്നെ അതേ കടായിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഏത്തപ്പഴം ഒന്നിട്ട് അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മൈൽഡ് തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോയി, ഒരുപാട് റോസ്റ്റൊന്നും ആവണ്ട, നല്ലതുപോലെ നെയ്യിലൊന്ന് പച്ചമണമൊക്കെ പോയി ഒന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമായിട്ട് വന്നാൽ അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വഴറ്റിയെടുത്തിട്ട് അത് നമുക്കങ്ങോട്ട് ഓരോരുത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരല്പം സേമിയ വേണം കേട്ടോ. സേമിയ നമുക്ക് കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. അത് കൈ വെച്ച് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരല്പം ഒരു ടേസ്റ്റിന് വേണ്ടി കിടന്നാൽ മതി. ഒരു 1/4 കപ്പ് പോലും ഞാൻ എടുത്ത് കാണില്ല. ഇതേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി അതേ കടായിൽ പാലൊഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അതിനുശേഷം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പഴത്തിൽ കുറച്ച് മധുരം ഇട്ടാണ് വഴറ്റിയിട്ടുള്ളത്. ഒരല്പം മധുരം ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വഴറ്റി വെച്ചിരുന്ന പഴം ഇതുപോലെ ഒരു സ്മാഷർ വെച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് ഒരു പകുതി സ്മാഷ് ആകുന്നത് വരെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കൂടുതൽ പണിയൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്നാവുന്ന ഒരു സ്വീറ്റാണിത്. ഇനി ഓപ്ഷണലാണ്, നമ്മുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പാലല്പം കൂടുതൽ ഒഴിച്ചാലും മതി. ഇനി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. മണത്തിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഡെസേർട്ട് റെഡിയാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് പൊളിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റുകളൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. Have a good day. Bye.